നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബറിൽ റിലീസ് ചെയ്ത ഹാപ്പി ക്രിസ്മസ് എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ ശ്യാമാകാശവും താരാനിരയും എന്ന പാട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജേക്കബ് കൊരട്ടിയാണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് 2 പേര് പാടിയിട്ടുണ്ട്. ഒന്ന് വിൽസ്വരാജും ഫീമെയിൽ വെർഷനായിട്ട് മിഥുല മൈക്കിളും. നമുക്ക് വേണ്ടി ഇന്നിവിടെ ഇത് ആലപിച്ചിരിക്കുന്നത് പെട്രിസ സാബു. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും. ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും. ആരാധനയാൽ നാഥനു മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആരാധനയാൽ നാഥനു മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും. മനുഷ്യഹൃദയത്തെ വികാരതരളിതമാക്കുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് താരാനിരകളും നീലാകാശവും. ഇത് രണ്ടും ചേർത്ത് മനോഹരമായ ഒരു രചന തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച പനച്ചിക്കിലച്ചന് സ്വാഗതം. കേൾക്കാനും അത് ആസ്വദിക്കാനും എത്ര നേരം ഇരുന്നാലും മടുപ്പ് തോന്നാത്ത ഒരു പാട്ടാച്ചോ. ഇത് എഴുതിയ ആ സാഹചര്യത്തെ ഒന്ന് പറയാമോ? ക്രിസ്മസിനോടനുബന്ധിച്ച് പുറത്തിറങ്ങുന്ന ഒരു ആൽബത്തിലേക്ക് ഏതാനും പാട്ടുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ജേക്കബ് കൊരട്ടി എന്നെ സമീപിക്കുന്നത്. അപ്പോൾ ആ ഗാനങ്ങളിൽ ഈ പാട്ട് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചപ്പോൾ ആരാധനയ്ക്ക് പറ്റിയ ഒരു പാട്ടായിട്ട് എനിക്ക് മനസ്സിലായി. ആരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആരാധനയുടെ കേന്ദ്രമായി നിൽക്കുന്ന ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അതൊരു ധ്യാനമായി തീർന്നപ്പോൾ സൃഷ്ടികർത്താവിനെ സൃഷ്ടി മുഴുവനും ആരാധിക്കുന്നതായിട്ട് ഒരു ഇമേജറിയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ സൃഷ്ടികർത്താവ് ഇട്ട നിയതമായ വഴിയിലൂടെ എല്ലാ സൃഷ്ടവസ്തുക്കളും ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആകാശഗോളങ്ങളെല്ലാം തീർച്ചയായിട്ടും ആ പാതയിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന സൃഷ്ടി, ഈ സൃഷ്ടപ്രപഞ്ചം നിയതമായ ഒരു രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ സൃഷ്ടികർത്താവിനെ ആരാധിക്കുകയാണ്. സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പുത്രന്തപനാനെക്കുറിച്ചാണ് ആ പരാമർശമുള്ളത്. അപ്പം അതുകൊണ്ട് ആരാധനയുടെ കേന്ദ്രമായി ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളിയിരിക്കുമ്പോൾ സൃഷ്ടപ്രപഞ്ചം മുഴുവനും അവൻ്റെ മുമ്പിൽ ആരാധനയോടെ നിൽക്കുന്ന ഒരു ചിന്ത. അപ്പോൾ ആരൊക്കെ നിൽക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നോട്ടത്തിൽ പെട്ടെന്ന് ഞാൻ കാണുന്നത് ആകാശവും ഭൂമിയുമാണ്. വെറുതെ ആകാശവും ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിതയാകില്ല. കവിതയാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കാവ്യ ഭംഗിയുള്ള വാക്കുകളിലൂടെ ആവിഷ്കരിക്കണം. അപ്പോൾ ശ്യാമാകാശവും, ആ ശ്യാമാകാശത്തിലേക്ക് നോക്കുമ്പോൾ അണിനിരന്ന് നിൽക്കുന്ന താരാനിര. അപ്പോൾ ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും ആരാധനയാൽ നാഥന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങനെ ഒരു ബിംബം, ഒരു ഇമേജറി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഈ ഭൂമിയും നീലക്കടലും രണ്ടും ഭൂമി തന്നെയല്ലേ അച്ഛൻ? അങ്ങനെ ചോദിച്ചാൽ ഭൂമിയിലുള്ളതാണ് നീലക്കടൽ. പക്ഷേ ഭൂമിക്ക് വേറൊരർത്ഥമുണ്ട്, കര എന്നർത്ഥമുണ്ട്. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ കരയും കടലും വ്യത്യസ്തമായി വേർതിരിക്കാവുന്ന അല്ലേ? അതെ. ആ സൃഷ്ടികർമ്മത്തിൻ്റെ വിവരണത്തിൽ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടത്. വെള്ളവും കരയും
അത് രണ്ട് ഭാഗമായിട്ട് മാറി. അപ്പോൾ നീലക്കടൽ എന്ന് പറയുമ്പോൾ നീലാകാശം, ശ്യാമാകാശം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നീലിമയുടെ ഒരു ശ്യാമവർണ്ണം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഡിസംബർ കാലത്തെ ആകാശത്തെ നോക്കുമ്പോൾ. അപ്പോൾ അത് തന്നെ കടലിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭംഗി കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് കടലും കരയും, കടലിലേക്ക് നോക്കിയിരുന്നാലും നമുക്ക് മതി വരികയല്ലോ. ആകാശം മാത്രമല്ല അല്ലേ, എത്ര നേരം വേണേലും നമ്മൾ കടലിൽ നോക്കിയിരിക്കും. അവിടെയും ഒരു ചാക്രികമായൊരു ചലനം നടക്കുന്നുണ്ട്. തൊഴുകയോടെ ഇങ്ങനെ കടന്നു വരുന്ന തിരകൾ സൃഷ്ടാവിനെ സ്തുതിക്കുന്നതായിട്ട് നമുക്കത് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും. ഇപ്പോൾ ഭൂമിയെ കരയായിട്ട് സങ്കല്പിക്കുമ്പോൾ ഭൂമിയിലുള്ളതെല്ലാം കരയിലുള്ളതെല്ലാം അതിനകത്ത് വരികയാണ്. പുഷ്പങ്ങളും പ്രകൃതിയുടെ എല്ലാ ഭംഗിയും അതിനകത്ത് വരികയാണ്. എല്ലാം എടുത്തു പറയാതെ തന്നെ ഭൂമിയും നീലക്കടലും എന്ന് പറയായിരുന്നു. പക്ഷേ അവിടെ പ്രശ്നം അതല്ല, ഏതാനും വാക്കുകളെ സമസ്ത പദങ്ങളാക്കി നമ്മൾ കാവ്യഭാഷയിൽ കൊണ്ടുവരുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഒരു വികാര പ്രപഞ്ചമുണ്ട്. അതാണ് ഇതിനകത്ത് പ്രധാന വിഷയം. അതുതന്നെയാണ് ഈ പാട്ടിൻ്റെ സുഖവും. ശ്യാമാകാശവും താരാനിരയും എന്ന് കേൾക്കുമ്പോൾ തന്നെ നീലക്കടൽ, ഭൂമിയും നീലക്കടലും അതിന് ചേർന്ന ഒരു ഈണവും കൂടെ ആയിപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ അച്ഛൻ്റെ പഴയ തിരുനാമകീർത്തനത്തിനൊപ്പം വരുന്ന ഒരു പാട്ടായിട്ട് ഇത് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അച്ഛനങ്ങനെ കരുതുന്നുണ്ടോ? അതിനും അപ്പുറം പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എത്ര കേട്ടിട്ടും ഈ പാട്ട് ഞാനിപ്പോൾ തന്നെ ഒരു 100-ലേറെ പ്രാവശ്യം കേട്ടു. എത്ര കേട്ടിട്ടും പിന്നെയും കേൾക്കണമെന്ന് എനിക്ക് തോന്നുക. അതുപോലെ ആ പാട്ട് മനോഹരമായി ഈണത്തിൽ വന്നപ്പോൾ എനിക്ക് പല മെയിലുകളിലും ഈ നിങ്ങളുടെ ഈ സംഗീതത്തെ പറ്റിയുള്ള ചർച്ചയിൽ എന്തുകൊണ്ടാണ് തിരുനാമകീർത്തനം ഉൾപ്പെടുത്താത്തത്, അവരത് കണ്ടാത്തതുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ട്. കാരണം എത്രയും നല്ലൊരു പ്രകൃതി വർണ്ണന ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നണേ ഈ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി സന്തോഷമാവും. പ്രകൃതി വർണ്ണന ധാരാളമായിട്ടുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ഡിവോഷണൽ ഗാനങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനാക്രമമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പല ഗാനങ്ങളിലും 3 ബാലന്മാരുടെ സ്തുതിപ്പ്, അതുപോലെ തന്നെ അവനീപതിയാം അഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിന് ആദരവോടെ എന്ന് തുടങ്ങുന്ന ആ പാട്ടൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കാനാന നമസ്കാരത്തിലൊക്കെ ഉള്ള പാട്ടുകളാണ്. കാറ്റേ കടലെ കാട്ടാറുകളെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതി വർണ്ണന ഉണ്ട്, ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടും കൂടെ ആയിരിക്കും പാട്ടുകൾ. ഈ പ്രപഞ്ചം മുഴുവൻ ഈ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആരാധന അർപ്പിക്കുന്ന ആ ഭാഗം ട്യൂണിൽ വന്നു കഴിഞ്ഞിട്ട് സംഗീത സംവിധായകൻ ആ കോറസിൽ എല്ലാവരും ആരാധിക്കുന്ന ആ ഭാഗം കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, സത്യത്തിൽ നമ്മളെല്ലാവരും കൈകൂപ്പി നിന്ന് ആരാധിക്കുന്ന ഒരു ഫീലിംഗ് കൂടെ അതിനകത്തുണ്ട്. അച്ഛനെ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ ശ്യാമാകാശവും താരാനിരയും ഭൂമി നീലക്കടലും ആരാധനയാൽ നാഥന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഈ പ്രപഞ്ചം മുഴുവൻ നമസ്കരിക്കുന്ന ഒരു ആക്ഷൻ അവിടെ അറിയാതെ അവിടെ നമ്മൾ ഭാവനയിൽ കാണുക. അത് വളരെ മനോഹരമായിരിക്കുന്നു. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ട് നോക്കാം. സർവേശ്വരനെ ഉന്നായി പാടി
ഞാനീ പാട്ട് അനുപല്ലവി കേട്ടപ്പോൾ ഇങ്ങനെ താലത്തിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ട് വേഷങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ആരതി ഒഴിയാൻ നിൽക്കുന്ന കുട്ടികളുടെ ഒരു രംഗമാണ് ഞാൻ ഓർത്തു പോയത്. അപ്പോൾ അതിത്രയും ഭംഗിയാണെങ്കിൽ മാലാഖമാരൊക്കെ ഇങ്ങനെ ആരതിക്ക് നിൽക്കുമ്പോൾ എത്രയോ എല്ലാം വലിയ ഭയങ്കര ഒരു ഇമേജറി അച്ഛൻ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ഞാനത് ഉദ്ദേശിച്ചു. കാരണം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഈ കുരുന്ന് കുട്ടികളെ അണിയിച്ചൊരുക്കി ആ ഒരു താലത്തിൽ ഇങ്ങനെ ആരതി ഒഴിയാൻ നിൽക്കുന്ന ആ രംഗം മനസ്സിലുള്ളപ്പോൾ ഞാനിങ്ങനെ സങ്കല്പിച്ചു, ഇവരോടൊപ്പം വാനവ ദൂതഗണങ്ങൾ തന്നെ ആരതിയുമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നാഥൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും സ്വർഗം, ദൈവം ഉള്ളിടത്താണല്ലോ സ്വർഗം. അപ്പം ഈശോ ഉള്ളിടത്ത് തീർച്ചയായിട്ടും മാലാഖമാർ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പം മാലാഖമാർ അതുപോലെ ആരതിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട്. ആരാധനാഭാവത്തിൽ നിൽക്കുന്ന, ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതിനെ ഒന്ന് ഈ ആരതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ രംഗം ഉണരണം നമ്മുടെ മനസ്സിൽ. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടി പരസ്പരം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, ഭാവനാമണ്ഡലത്തിൽ ബന്ധിപ്പിക്കണം. അതിനുവേണ്ടി അങ്ങനെ ഉപയോഗിച്ചത്. ഇത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു രാഗമാണ് ചാരുകേശി. ഈ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ പാട്ടിൽ ചാരുകേശിയാണ് ജേക്കബ് കൊരട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് കുറേ പാട്ടുകൾ ഞാനും ചെയ്തിട്ടുണ്ട്. ഈ ചാരുകേശി എന്ന് പറഞ്ഞാൽ അച്ഛൻ അറിയാമല്ലോ, ഇഷ്ടംമാതിരി മുടിയുള്ളവൾ എന്നൊക്കെയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ പ്രൊമോട്ട് ചെയ്തെടുക്കാം ആ രാഗത്തിനെ. അത് ഏകദേശം നല്ല ഒരു 90% ജേക്കബ് ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അച്ഛനതിൻ്റെ രചനയെ സംബന്ധിച്ച് എന്തോ ഒരു പ്രശ്നം പറഞ്ഞായിരുന്നു. പ്രശ്നമല്ല, ഞാൻ ഈണത്തിലേക്ക് എഴുതിയ ഒരു പാട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈണത്തിലേക്ക് ഈ പാട്ട് എഴുതിയിട്ട് ജേക്കബിൻ്റെ കയ്യിലെത്തുമ്പോൾ ജേക്കബ് ഈ പാട്ടിൻ്റെ വരികൾ നോക്കിയിട്ട് ഇങ്ങനെ തോന്നി, ഈ വരികൾക്ക് നിലവിലുള്ള ഈ ഈണം പോരാ. അതുകൊണ്ട് ആ ഈണം മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഈ ഈണത്തിലേക്ക് അത് ആലപിച്ചു. അത് ആലപിച്ച് എന്നെ കേൾപ്പിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വന്ന മാറ്റം എൻ്റെ ആ വരികളിൽ ഈ ഈണമങ്ങ് സന്നിവേശിച്ചതോടുകൂടി ആ പാട്ടിനുണ്ടായ മാനം, അതിൻ്റെ ആ അപാരമായൊരു അനുഭവ തലത്തിലേക്ക് അത് ഉയർന്നു. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഈ വരികളും അല്ലെങ്കിൽ സാഹിത്യവും സംഗീതവും തമ്മിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ അങ്ങ് ഒന്നിക്കുമ്പോൾ ഒരു സംഗമമാണല്ലോ അത്. അത് എത്ര വലിയൊരു തലത്തിലേക്ക് വളരുമെന്ന് ഉള്ളൊരു കാര്യം. അങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്ന സംഗീത സംവിധായകനും കോംപ്രമൈസിന് തയ്യാറാവുന്ന ഒരു കവിയും അങ്ങോട്ട് ചേരുമ്പോഴാണ് ഏറ്റവും നല്ല സൃഷ്ടി ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ ആ ട്യൂണിൽ കടിച്ചു പിടിച്ച് ജയിക്കുമ്പോൾ നിന്നില്ല. കാരണം അത്രയും നല്ലൊരു രചന കിട്ടിയപ്പോൾ അതിൽ നല്ലൊരു ട്യൂണ് ഉണ്ടാക്കാം, അതിന് കൊടുക്കേണ്ട ആവശ്യമാണെന്ന് തോന്നി. അവിടെയാണ് സംഗീത സംവിധായകൻ്റെ വലിപ്പം. ഞാൻ അദ്ദേഹത്തിന് വീണ്ടും ഒരു ട്രിബ്യൂട്ട് പറയുന്നു. തീർച്ചയായിട്ടും അത് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. വാനവദൂതഗണങ്ങൾ ആരതിയോടെ നിരന്നു. ആ വേദിയിൽ നമ്മളും ഇതാ ആരാധനയോട് നിൽക്കുകയാണ്. ഇവിടെ ഒരു വലിയ സംഗതി, അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അത് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വലിയൊരു ചേർച്ച, അത് രക്ഷയുടെ അനുഭവത്തിൽ പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പം മനുഷ്യൻ ആരാധനയോടെ നിൽക്കുന്നു, ഒരു വശത്ത് പ്രകൃതി ആരാധനയിൽ ചേരുന്നു, മറുവശത്ത് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം സൃഷ്ടിച്ച മാലാഖമാർ, ആ മാലാഖമാരും ഈ ആരാധനയിൽ ചേരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിയിൽ മനുഷ്യൻ്റെ സ്ഥാനം, പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം, പ്രകൃതിക്ക് അതീതമായിട്ടുള്ള മനുഷ്യൻ്റെ മാനം, ബന്ധം, ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അത് വാസ്തവത്തിൽ പ്രകൃതിയോടുള്ള നമ്മുടെ വലിയ സമരസപ്പെട്ട് നിൽക്കുന്ന, ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ അനുഭവമാണിത്. പരിസ്ഥിതി നശിപ്പിക്കുന്ന ഒരു അവസ്ഥ പാപമാണെന്ന് സഭ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതി വാസ്തവത്തിൽ വളരെ വിശുദ്ധമായ ഒരു മനുഷ്യൻ ജീവിക്കാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും, ഭൂമി മുഴുവനും ഈ ആരാധനയിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു തലമാണ് മാലാഖമാരുടെ തലം. അവിടെയെല്ലാം ഇത്
ചെന്ന് ചേരുന്നുണ്ടെന്നുള്ളതാണ്. അല്ല, മനുഷ്യനെ ശരിക്കും ജീവിക്കാനായിട്ട് ദൈവം ഒരുക്കി തന്നൊരു സ്ഥലം തന്നെയാണല്ലോ ഈ ഭൂമി. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നിടത്തോളം കാലം നമ്മളോട് ജീവിക്കണം. അപ്പോൾ ആ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ അനന്തര തലമുറയെയും കൂടെ നമ്മൾ കാണണം. തീർച്ചയായിട്ടും. ഇവിടെ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇന്ന് ജീവിക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം കുത്തിക്കവരുന്ന ഒരവസ്ഥയുണ്ട്. അനന്തര തലമുറയിലേക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ട ഒരു പൈതൃകവും കൂടിയാണിത്. ഒരു വലിയൊരു നിധികുംഭമാണിത്. അപ്പോൾ അത് അങ്ങനെ ഒരു തലമുറയെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നതെല്ലാം എടുത്ത് നമ്മുടെ ഒരു ഉപഭോഗത്തിന് വേണ്ടി എടുത്തു കളയുന്ന ആ സംസ്കാരം അതൊരു പാപ സംസ്കാരമാണ്. നമുക്ക് ഇതിൻ്റെ ചരണവും കൂടെ ഒന്ന് കേട്ടു നോക്കാച്ചോ. സൗഭഗപൂർണത മിന്നി മുടിചൂടി നിൽക്കും സഭയിൽ, സൗഭഗപൂർണത മിന്നി മുടിചൂടി നിൽക്കും സഭയിൽ, പൂർവപിതാക്കൾ സ്നേഹരുമൊപ്പം ദിവ്യകാരുണ്യത്തെ വാഴ്ത്താം. പൂർവപിതാക്കൾ സ്നേഹരുമൊപ്പം ദിവ്യകാരുണ്യത്തെ വാഴ്ത്താം. ആരാധിക്കുന്നു ആരാധിക്കുന്നു നാഥ, പ്രിയനാമിൻ നാഥ. ആരാധിക്കുന്നു ആരാധിക്കുന്നു നാഥ, പ്രിയനാമിൻ നാഥ. ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും, ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും, ആരാധനയാൽ നാഥനു മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആരാധനയാൽ നാഥനു മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും. ചരണത്തിലേക്ക് വരുമ്പോൾ സൗഭഗപൂർണത മിന്നി മുടിചൂടി നിൽക്കും സഭയിൽ നിന്നാണ് പറയുന്നത്. സിറോ മലബാർ കുർബാന ക്രമത്തിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ. അതേപടി ഈ പാട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുക. കാരണം സഭയിലാണ് നാം നിലകൊള്ളുന്നത്, സഭയിലാണ് നിലനിൽക്കുന്നത്. യേശുവിൻ്റെ മൗതി ശരീരമാണ് സഭ. വിശുദ്ധ കുർബാനയിലാണ് സഭ രൂപം കൊള്ളുന്നത്. വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ സഭയില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചാണ് സഭ നിലനിൽക്കുന്നത്. ആ സഭയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മളെല്ലാം സ്വീകരിക്കുന്നത് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സഭയുടെ ആ കേന്ദ്രസ്ഥാനത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ വിശുദ്ധ കുർബാനയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പൂർവ്വപിതാക്കന്മാർ ഒത്തിരി ആഗ്രഹിച്ച, കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ച എത്രയോ തലമുറകൾ അവരത് കണ്ടില്ല. പക്ഷേ ഇന്നും അവർ ജീവിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് നോക്കി അവർ കാണുകയാണ്. അപ്പോൾ പൂർവ്വപിതാക്കന്മാർ, അതോടൊപ്പം സ്ലീഹന്മാരുടെ അടിത്തറയിലാണ് സഭ പണിയപ്പെട്ടത്. അപ്പോൾ ആ പൂർവ്വപിതാക്കന്മാരും സ്ലീഹരും ഒപ്പം നമ്മളും ദിവ്യകാരുണ്യത്തെ വാഴ്ത്തുകയാണ് ഇവിടെ. അപ്പോൾ ആ കൂടെ മാലാഹമാരുണ്ട്, സകല വിശുദ്ധരുണ്ട്, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. അത്ര മനോഹരമായൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലൊക്കെ എന്നും പാടാൻ പറ്റുന്ന ഒരു ഗാനമായി ഇത് മാറിയെന്ന ഒരു സന്തോഷം എനിക്കുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആരാധനയ്ക്ക് നമുക്ക് നല്ലൊരു ഒരു കോൺട്രിബ്യൂഷനായിരുന്നു. അത് തന്നെയല്ല, ഇതിനകത്തൊരു സോളോ പോർഷൻ നന്നായിട്ടുണ്ട്, ഒരു കോറസ് പോർഷനുണ്ട്,
അപ്പോൾ അതുകൊണ്ട് സമൂഹവും ഒറ്റയ്ക്കും എങ്ങനെ വേണമെങ്കിലും ഈ പാട്ടിനെ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു പാട്ടായിട്ട് ഇത് മാറും. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് സീസൺ എന്നല്ല, ഇതിൻ്റെ ആരാധനാഗാനാണ് പൂർണ്ണമായിട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നു. അച്ഛനും അങ്ങനെ അല്ലേ തോന്നുന്നു? തീർച്ചയായിട്ടും ക്രിസ്മസ് സീസണിന് വേണ്ടിയിട്ട് എഴുതുന്നല്ല ഞാൻ പറയുന്നത്. ക്രിസ്മസ് സീസൺ റിലീസ് ചെയ്യുന്ന ഒരു ഗാനം എന്നുള്ള രീതിയിൽ ഞാൻ ക്രിസ്മസിൻ്റെ അല്ലെങ്കിൽ ഡിസംബറിൻ്റെ പ്രകൃതിയിലേക്ക് ഞാൻ നോക്കിയെന്ന് പറഞ്ഞതുള്ളൂ. ഈ പാട്ട് നമ്മൾ രണ്ടാമത് പാടിപ്പിച്ചപ്പോൾ നമുക്ക് വേണ്ടി പാടിയത് പെട്രിഷ്യ സാബു ആണല്ലോ. അതെ, ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചു നല്ലൊരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ആലാപനത്തിലും. അത് ശാസ്ത്രീയ സംഗീതം പഠിച്ചതിൻ്റെയും കൂടെ ഒരു ഔട്ട്പുട്ട് ആ കൊച്ചിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തോന്നി വെച്ചിന്? തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു സന്തോഷം ഇപ്പം പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം, പലപ്പോഴും അച്ഛൻ്റെ പഴയ ഗാനങ്ങളാണല്ലോ അധികം, പുതിയ ഗാനങ്ങളൊന്നും ഇല്ലെന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും പുതുപുത്തൻ ഒരു പാട്ട് നമുക്കൊന്ന് കൊടുക്കാൻ സാധിച്ചെന്നുള്ള സന്തോഷമുണ്ട്. പലപ്പോഴും അത് ഇങ്ങനെ അസുലഭമായ ഒരു അവസരമേ അങ്ങനെയുള്ളതിനുണ്ടാവുള്ളൂ. കാരണം ഈ പഴയ പാട്ടുകൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശം ഒരു കോൺട്രിബ്യൂഷൻ കിട്ടാറുണ്ട്. കാരണം ഇത്രയും നല്ല പാട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നോ, ഇത് കേട്ടിട്ടില്ലോ എന്ന് ചോദിച്ച പോലെ തന്നെ പുതിയ പാട്ടിനെ പറ്റിയും നമുക്കൊരു അഭിനന്ദനം കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് ഈ പാട്ട് മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കാം. പാടി
സൗഭഗപൂർണത നിന്നെ മുടിചൂടി നിൽക്കും സഭയിൽ സൗഭഗപൂർണത നിന്നെ മുടിചൂടി നിൽക്കും സഭയിൽ പൂർവപിതാക്കൾ സ്നേഹരുമൊപ്പം ദിവ്യകാരുണ്യത്തെ വാഴ്ത്താം. പൂർവപിതാക്കൾ സ്നേഹരുമൊപ്പം ദിവ്യകാരുണ്യത്തെ വാഴ്ത്താം. ആരാധിക്കുന്നു ആരാധിക്കുന്നു നാഥ പ്രിയനാമിൻ നാഥ. ആരാധിക്കുന്നു ആരാധിക്കുന്നു നാഥ പ്രിയനാമിൻ നാഥ. ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും ആരാധനയാൽ നാഥനു മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആരാധനയാൽ നാഥനു മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ആരാധന അർപ്പിക്കുന്ന ഒരു വലിയ രംഗമാണ് ഞാൻ ഈ പാട്ടിലൂടെ കണ്ടത്. അതിൽ ഈണം കൊണ്ടും രചന കൊണ്ടും ആലാപനം കൊണ്ടും ഓർക്കസ്ട്രേഷൻ കൊണ്ടും അതിൻ്റെ പൂർണ്ണത ഈ പാട്ടിന് കൈവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ലോകത്തിലെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്താൻ ഈ മനോഹരമായ രചനയ്ക്കും ഈ ഈണത്തിനും ഈ ആലാപനത്തിനും എല്ലാം സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ഒരു ധന്യ നിമിഷത്തിലേക്ക് മാറ്റിയ അച്ഛന് എല്ലാവിധ നന്ദി. ഈ പ്രോഗ്രാം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. ശ്യാമാകാശവും താരാനിരയും ഭൂമിയും നീലക്കടലും ആരാധനയാൽ നാഥനു മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കും.